വരാൻ ചാൻസ് ഉണ്ട്, മനസ്സിലാവും വെറുതെ. അപ്പോൾ വെറുതെ ഒരു കോൺട്രവേഴ്സ്യൽ ഇത് നിലനിൽക്കുമ്പം തന്നെ ഒരു നമ്മളെന്തായാലും അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഇതിന് നിൽക്കണ്ടല്ലോ. എടാ ഇതെന്താടാ സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ പറയാലോ ഇന്നലത്തെ കാര്യം നമ്മൾ മങ്കി പ്ലസ് GTA, എന്നാൽ പിന്നെ മങ്കി കയറിയാലോ അല്ലേ? അങ്ങനെ ചെയ്താലോ, മങ്കി പ്ലസ് GTA. അതെങ്ങനെ ഇതെന്തായാലും റീസ്റ്റാർട്ട് ആകാൻ സമയം എടുക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ ചെയ്താലോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഗ്രീൻ സ്ക്രീൻ ഞാൻ ഇട്ടല്ലോ. സംഭവം എന്താ വെച്ചാൽ ഞാൻ MRCൻ്റെ അതായത് ഇതിൻ്റെ MRC ഫസ്റ്റ് ഉണ്ടാക്കിയ ഒരാളുണ്ട്, മനസ്സിലാവും. അശ്വിൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. മൂപ്പരിപ്പോൾ ദുബായിൽ സെറ്റിൽഡ് ആയിട്ടിരിക്കുക. അപ്പോൾ മൂപ്പരായിട്ട് ഞാനിന്ന് സംസാരിച്ചു. അപ്പോൾ മൂപ്പര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് സംസാരിക്കട്ടെ, ഈഗിളായിട്ട് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താം. അതുവരെ ഷമീറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇത് ഉണ്ടാകാൻ പറ്റൂല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ മൂപ്പർക്ക് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. കാരണം മൂപ്പർ ഞാൻ പറഞ്ഞല്ലോ MRCൻ്റെ ഫൗണ്ടറാണ് അശ്വിൻ എന്ന് പറയുന്നത്. അപ്പോൾ മൂപ്പർ എന്നോട് നമ്മളിന്ന് സംസാരിച്ചു. അപ്പോൾ മൂപ്പർ പറഞ്ഞതെന്ന് വെച്ചാൽ ഷമീറിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടാവരുത്, ഞാൻ ഈഗിളായിട്ട് സംസാരിക്കാം. അപ്പോൾ ഈഗിളായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഒന്ന് സംസാരിക്കട്ടെ, അതിന് മുമ്പ് നമ്മൾ വെറുതെ ഒരു ഇത് ഉണ്ടാക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും ഇങ്ങനൊരു സംഭവം ചെയ്യാൻ തീരുമാനിച്ചതല്ല. ഇനിയിപ്പോൾ ഞാൻ ലൈവ് അല്ലെങ്കിൽ ഞാൻ ലൈവ് എൻ്റെ ചെയ്തിട്ടാണ് ഈഗിൾ ഈ കാര്യം പറയുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഞാനിത് എങ്ങനെയെങ്കിലും ആയിട്ട് എന്താ പറയുക വേറൊരു രീതിയിലായിരിക്കും ഞാൻ സംസാരിക്കും. ഇത് ഒരിക്കലും ഞാൻ ലൈവുള്ള സമയത്ത് തന്നെ വന്നുകൊണ്ടാണ് ഞാൻ അത്ര ഇതായത്. ഞാൻ മാക്സിമം ഫിൽട്ടർ ചെയ്ത് മാക്സിമം ഇത് പുറത്തോട്ടേക്ക് ഇത് പോവരുത് എന്നുള്ള രീതിയിലാണ് ഞാൻ മാക്സിമം സംസാരിച്ചത്, മനസ്സിലാവും. ഇത് പുറത്തോട്ടേക്ക് ഈ സംഭവം പോവരുത്, ഇത് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഒതുങ്ങേണ്ട കാര്യം. ഗ്രീൻ സ്ക്രീൻ ഇട്ടിനടാ പൊട്ടന്മാരെ, ഇതെന്താ ഇവന്മാർ പറയുന്നേ മനസ്സിലാവുന്നില്ല. ഗ്രീൻ സ്ക്രീൻ ഇട്ടല്ലോ ഞാൻ. ഇത് ഗ്രീൻ സ്ക്രീനാ? ഒരു മിനിറ്റ്. വെയിറ്റ്. ഇത് ഗ്രീൻ സ്ക്രീനാണ്. എന്താ കാണുന്നില്ല അപ്പോൾ? അയ്യോ ഇങ്ങനൊരു പ്രശ്നമുണ്ടല്ലേ. സോറി. ഓക്കെ, റെഡിയായോ? അതാണല്ലോ നിങ്ങൾ പറയുന്നത്. ഓക്കെ. മനസ്സിലായി. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇനി നിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇത് ഉണ്ടാകാൻ പറ്റില്ല. ഞാൻ ഈഗിളായിട്ട് സംസാരിച്ചിട്ട് ഇത് ഡീലാക്കി നമുക്ക് മുമ്പോട്ടേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, ഞാനൊന്നും പറയൂല, ഒന്നിനും ഇല്ല, മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ബാക്കി എന്താണെന്നുള്ളത് അശ്വിൻ ബ്രോൻ്റെ അടുത്ത് നിന്ന് അറിയട്ടെ കാര്യങ്ങൾ എന്താണെന്നുള്ളത്. അതിന് ശേഷം മാത്രം നമ്മൾ ബാക്കി കാര്യങ്ങൾ ഇതാക്കുന്നുള്ളൂ. കാരണം എനിക്കിതൊരു ഇത് സീനാക്കാനോ ഇതാക്കാനോ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ലൈവിലുള്ളതുകൊണ്ട് മാത്രം ഞാൻ റിയാക്ട് എനിക്ക് റിയാക്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല. ഇവിടെ ആൾക്കാർ വന്ന് സ്പാം ചെയ്യുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്ത് പോയതാണ്. അതും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും രീതിയിൽ ഞാൻ ആലോചിച്ച് ഞാൻ അത്രയും ഇതിലാണ് ഞാൻ പറഞ്ഞത്. ഒരു കോൺട്രവേഴ്സി ടോപ്പിക്കിൽ എങ്ങനെ സംസാരിക്കണോ അതിൻ്റെ അത്രയോ കുറച്ച് മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഫിൽട്ടർ ചെയ്തിട്ടാണ് ഞാൻ സംസാരിച്ചത്, മനസ്സിലായോ. അതിൻ്റെ താഴോട്ടേക്ക് എനിക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ അത്രയും ഇത് പുറത്തോട്ടേക്ക്, നമ്മളെ കമ്മ്യൂണിറ്റീൻ്റെ പുറത്തോട്ടേക്ക് ഇത് പോവരുത്. ഇൻസ്റ്റാഗ്രാമിലും അവിടെ ഇവിടെയും പോയി ഇതൊരു ഇഷ്യൂ ആവരുത്, ഇതൊരു സീനാവരുത്, ഒരു കോൺട്രവേഴ്സി ആവരുത് എന്നുള്ള ബോധത്തോട് കൂടിയിട്ടാണ് ഞാൻ സംസാരിച്ചതും. അതിനുള്ള ആ റെസ്പെക്റ്റിലാണ് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചത്. അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഇതെന്താ മൊത്തം തൊപ്പി. അപ്പോൾ നമ്മൾ സംസാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ, മനസ്സിലായല്ലോ. ഇവിടെ എന്തിനും ഇങ്ങനെ അടിയാക്കുന്ന നമുക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളെ ഇതെന്താന്നുള്ളത് കേട്ടോ. അപ്പോൾ അറിയല്ലോ മൊത്തം. അപ്പോൾ എടാ മതിയടാ, വിടടാ, അത് കഴിഞ്ഞടാ, അത് വിട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഈഗിൾ എന്തെങ്കിലും ട്രിഗറിൻ്റെ പുറത്ത് പറഞ്ഞു പോയതായിരിക്കും. പക്ഷേ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് ഈഗിളുടെ ഭാഗത്തുണ്ട്. കാരണം തൊപ്പീനൊരിക്കലും ഈഗിൾ ഡ്രാഗ് ചെയ്തതായിരുന്നു. ഇപ്പം നമ്മളോടോ അല്ലെങ്കിൽ MRCനോടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങനെ പറയുകയെന്നല്ലാണ്ട് തൊപ്പീന് ഇതിൽ ഡ്രാഗ് ചെയ്തത് കുറച്ച് സീനായിപ്പോയി, മനസ്സിലായോ.
അതെന്താന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതിനിപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. അത് ഓൻ തന്നെ എന്താ പറയുക, അവർ തന്നെ അവരെ തമ്മിൽ എന്താണെന്ന് വെച്ചാൽ അവർ തീർക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഓനെ ഇതിൽ വലിച്ചിട്ടതും വേണ്ടാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഈഗിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈഗിളിൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും വരാൻ പറ്റാത്ത കുറച്ച് വേർഡ്സ് ഈഗിൾ പറഞ്ഞു. അത് ഈഗിൾ അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഓഡിയൻസിന് പറയുന്നത് ഒക്കെ ഓക്കെ എന്ന് പറയാം. കാരണം നിങ്ങൾ അവിടെ പോയിട്ട് ശല്യപ്പെടുത്തുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം. അത് ഓക്കെ, അതിൽ നമുക്കധികം ഇത് പറയാൻ വേണ്ടി പറ്റൂല, അത് ഓക്കെ. പക്ഷേ തൊപ്പീനിയിൽ വലിച്ചിട്ട് കുറച്ച് വേണ്ടാത്ത കുറച്ച് കാര്യങ്ങൾ ഈഗിൾ പറഞ്ഞു. അത് എങ്ങനെ പോയാലും അത് തെറ്റ് അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. മനസ്സിലായോ? അത് കുറ്റം തന്നെ. കാരണം ഒരിക്കലും ഈഗിളിനെ കയറി ഇന്നേ വരെ തൊപ്പി ചൊറിയുന്നതോ അല്ലെങ്കിൽ ഒരു ട്രിഗർ ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഡിസ്റെസ്പെക്ട്ഫുള്ളായിട്ട് സംസാരിക്കുന്നതോ ഞാൻ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള ഒരാളെ വെറുതെ ചുമ്മാ കയറി ചൊറിഞ്ഞത് ഒരിക്കലും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതിൻ്റെ ബാക്കി കണ്ടറിയണം. എനിക്കറിയില്ല ബാക്കി എന്താ സംഭവിക്കാൻ പോകുന്നത്. എന്താ സിറ്റി എന്താ സീന്? വാർ കാണുമല്ലേ?